ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുങ്ങുന്ന സ്വാദിഷ്ടമായ കണവ റോസ്റ്റാണ്. മസാലകളുടെ നനവിൽ കൊതിയൂറും കണവ വിഭവം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഫർഹാന റാഷിദ്. വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ. കണവ എന്ന് പറഞ്ഞാൽ കൂന്തൽ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സ്ക്വയറിലാണ് ഇതിനെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്താൽ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. കൂന്തലിൻ്റെ കണ്ണും തലയുടെ ഭാഗവും മാറ്റിയിട്ടുണ്ട്, ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. ഇനി കൂന്തൽ എങ്ങനെ റോസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. 1 കിലോ കൂന്തലാണ് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 4 സവാള സ്ലൈസ് ചെയ്തത് ചേർക്കുകയാണ്. സവാള നമുക്ക് നല്ലതുപോലെ ഫ്രൈ ചെയ്യാം. ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ഉള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇവയെല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവയെല്ലാം നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലേക്ക് 2 തക്കാളിയും 3 പച്ചമുളകും കട്ട് ചെയ്തത് ചേർക്കാം. തക്കാളിയും പച്ചമുളകും നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് രുചിക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വേവിച്ചെടുക്കാം. കൂന്തൽ റോസ്റ്റിന് വേണ്ട മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വാർത്ത് വെച്ച കൂന്തൽ ഇതിലേക്ക് ചേർക്കാം. നല്ലതുപോലെ മസാലകളുമായി കൂന്തലിനെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. കൂന്തലിൽ തന്നെ അതിന് പാകം ചെയ്യാനുള്ള വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി കൂന്തലിലുള്ള വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്യണം. കൂന്തലിലുള്ള വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇവയെല്ലാം ചേർത്ത് ബാക്കിയുള്ള വെള്ളം കൂടി വറ്റുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ബാക്കിയുള്ള വെള്ളം കൂടി വറ്റുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഉപ്പിൻ്റെ അളവൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുത്താൽ നല്ല രുചികരമായ കവണ റോസ്റ്റ് റെഡിയായി. എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ് കവണ റോസ്റ്റ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.